ഓക്കെ ആണോ മാഡം? മമ്മി, ഏയ്, ഇവളെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ആരാ പറഞ്ഞത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല മമ്മി. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇവളോട് ഇത് കഴിക്കാൻ പറ. മോളെ, നോ മമ്മി, ഇവളെങ്ങനെ മുഖാമുഖം കാണുന്ന ഓരോ നിമിഷവും എനിക്കങ്ങനെ ഇറിറ്റേഷൻ ആവുക. എല്ലാം മാറ്റം പറ മമ്മി. അപ്പൊ ഇതെല്ലാം അഴിച്ചു വെക്കാല്ലേ? വേണ്ട മമ്മി, ഞാൻ പറയുന്നത് കേക്ക്. മോളെ, നീ ഇതെന്താ പറയുന്നത്? വന്നേ മോളിങ് വന്നേ. മോളെ, എന്താ മമ്മിയുടെ ഉദ്ദേശം? എന്റെ രൂപത്തിൽ അതേപോലെ അവള് നവീന്റെ അടുത്തേക്ക് ചെന്നാ ഞാനാണെന്ന് കരുതിയല്ലേ നവീൻ ബിഹേവ് ചെയ്യാ? നവീൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചാ നവീൻ അവളെ സ്നേഹിച്ചോട്ടെ എന്നോ? മോളെ, നവീൻ അവളെ അല്ലല്ലോ സ്നേഹിക്കുന്നത്, നിന്നെയല്ലേ. നീയാണെന്ന് കരുതിയിട്ടല്ലേ അവളോട് സംസാരിക്കുന്നതും നോക്കുന്നതും ഒക്കെ. നോ, അവള് നവീനെ നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക്. ഗാഥ, ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് നീ ബഹളം വെച്ചാല് എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കും മോളെ. ഓക്കെ, ലുക്ക്, നവീൻ വരും, നിന്റെ അടുത്ത് വന്ന് സംസാരിക്കും. പക്ഷേ നീ നവീന്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. നവീനോട് നീയായിട്ടൊന്നും പറയാനും പാടില്ല, ചിരിക്കാനും പാടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ മമ്മി, മോളെ, റൂമിലേക്ക് ചെല്ല് പ്ലീസ്. മമ്മി പറയുന്നൊന്ന് കേക്ക് മോളെ. ഗാഥ മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരിവിടെ എത്തിക്കഴിയുമ്പോ ഗാഥ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായോ? നമുക്ക് നോക്കാം. ഗാഥ മാഡം കൃഷ്ണയായിട്ടിപ്പോ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ മാം? ഇല്ല, അതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും വയലന്റ് ആവുന്നത്. കൃഷ്ണ, സൂക്ഷിച്ചു നിൽക്കണം. ഇന്നത്തെ കൃഷ്ണയുടെ പെർഫോമൻസ് നിർണായകമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ അവരിവിടുന്ന് തിരിച്ചു പോണം, കേട്ടല്ലോ? ശരി.